ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് BT Cash എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ആണ്. നമ്മളുടെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിന്നേഴ്സിനെ ഉണ്ടാക്കിയ ഒരു പ്രൊജക്റ്റ് ആണ് BT Cash എന്ന് പറയുന്ന പ്രൊജക്റ്റ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കാർ അച്ചീവേഴ്സ്, ഐഫോൺ അച്ചീവേഴ്സ്, അങ്ങനെയുള്ള ഒരുപാട് അച്ചീവ്മെന്റ്സ് ഈ ഒരു പ്രൊജക്റ്റിലൂടെ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആൾക്കാരുകൾ നേടിയിട്ടുണ്ട്. ഇവനിപ്പോൾ ജസ്റ്റ് പരിചയപ്പെടുത്തിയ പ്രൊജക്റ്റില്ലേ BT Cash, ഈ പ്രൊജക്റ്റിനെയാണ് നമ്മൾ ഇന്ന് എക്സ്പോസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ് us സ്റ്റാർട്ട് ദ ഷോ. BT Cashന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് ചോദിച്ചാൽ നല്ല രീതിയിൽ ഈ ഒരു പ്രൊജക്റ്റ് റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പരിചയപ്പെടുത്തിയ സമയത്ത് 30 പൈസയായിരുന്നു ഈ ഒരു കോയിന്റെ റേറ്റ്. പിന്നെ ആ ഒരു കോയിന്റെ റേറ്റ് താഴോട്ട് പോവുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഈ ഒരു കോയിന്റെ പ്രൈസ് ഏകദേശം 20 പൈസയിലോട്ട് ടച്ച് ചെയ്ത് ഇപ്പോൾ നിലവിൽ കറന്റ്ലി നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഏകദേശം 15 പൈസയുടെ മുകളിലാണ് BT Cashന്റെ കോയിൻ ആയിട്ടുള്ള BT Meta എന്ന് പറയുന്ന കോയിന്റെ ഇപ്പോഴത്തെ കറന്റ് പ്രൈസ്. സോ ഇതാണ് BT Cashന്റെ കറന്റ് അവസ്ഥ. അതായത് പ്രൈസ് താഴോട്ട് പോവാണ്, എന്നിട്ടും പറയാൻ അടിപൊളി അവസ്ഥയാണ്. സോ നമുക്ക് ആദ്യം നോക്കാം ഇത് ഏത് എക്സ്ചേഞ്ചിലാണ് ലിസ്റ്റ് ആയിട്ടുള്ളത്, എന്താണ് ഇതിൻ്റെ അവസ്ഥ. സോ ഇതിൻ്റെ എക്സ്ചേഞ്ച് നമുക്ക് ആദ്യം കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ പോകാം. കോയിൻ മാർക്കറ്റ് ക്യാപ്പ് BT Cash ആദ്യം സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം ഏതൊക്കെ എക്സ്ചേഞ്ചസിലാണുള്ളത്. സോ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പിന്നെ പോകാം. ആദ്യം നമുക്ക് എക്സ്ചേഞ്ചസ് വേണ്ടത് നോക്കാം. കോയിൻ സ്റ്റോർ, കോയിൻ പാർക്ക്, ഈ രണ്ട് എക്സ്ചേഞ്ചസിലാണ് ഈ സാധനം ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതേതാ എക്സ്ചേഞ്ച് എന്ന് ആർക്കറിയാം? അറിയാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ആൻഡ് ഇതിൻ്റെ 24 hour വോളിയം, ലാസ്റ്റ് 24 മണിക്കൂർ ഈ രണ്ട് എക്സ്ചേഞ്ചസിൽ നടന്ന ട്രേഡ് വെറും $64, അപ്പുറത്ത് $860. ഈ രണ്ട് എക്സ്ചേഞ്ചസിൽ നടന്ന ട്രേഡ്സ് ആണിത്. $64 ട്രേഡ് നടത്താൻ ഇവർ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തന്നെ കൊടുത്ത് കളിച്ചാൽ മതിയായിരുന്നു. ദാരിദ്ര്യം ജസ്റ്റ് ഷോക്കേസ് ചെയ്യാൻ വേണ്ടി മാത്രം രണ്ട് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് അങ്ങോട്ട് പൈസ കൊടുത്ത് ലിസ്റ്റ് ചെയ്യുന്നതാണ്. അതുപോട്ടെ. സോ ഇതിൻ്റെ പ്രൈസ് ഇപ്പം നമുക്ക് എക്സ്ചേഞ്ചിൽ പോയി നോക്കാം. ഇതാണ് ഇതിൻ്റെ എക്സ്ചേഞ്ച്, കോയിൻ പാർക്കിൻ്റെ. ഇപ്പം 5 പൈസയിൽ കിടക്കുന്നുണ്ട്, 1 പൈസയില്ല. 0.056 10 പൈസയിൽ നിന്നും താണിട്ടുണ്ട്. അതിഗംഭീരം. ചാർട്ട് നോക്കുകയാണെങ്കിൽ അതിഗംഭീരം. ഇതിൽ ഓർഡർ ബുക്കിലെല്ലാം സെല്ല് മാത്രമേ ഉള്ളൂ, ബൈ ഒന്നുമില്ല. അതായത് ആരും വാങ്ങാൻ തന്നെ നിൽക്കുന്നില്ല. എല്ലാവരും കിട്ടുന്നത് സെല്ല് ചെയ്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടം വഴി ഓടുകയാണ് സുഹൃത്തുക്കളെ, കണ്ടം വഴി ഓടുകയാണ്. ഇനി നമുക്ക് ഇതാണ് കോയിൻ്റെ മാർക്കറ്റ് വാല്യൂയുടെ അവസ്ഥ. അതായത് നല്ല അവസ്ഥ. നേരത്തെ നമ്മുടെ സുഹൃത്ത് ഡിസ്കസ് ചെയ്ത പോലെ വളരെ നല്ല അവസ്ഥയാണ്. 50 പൈസയിൽ നിന്ന് നേരെ 5.56 സെൻസിൽ എത്തിയിട്ടുണ്ട്, പൈസയിലെത്തിയിട്ടുണ്ട്. അതിഗംഭീരം. നമുക്കിനി പ്രൊജക്റ്റിൻ്റെ വെബ്സൈറ്റിലേക്ക് പോവാം. എവിടെ സാധനം? ഓക്കെ. സോ ഇതാണ് BT Cash, നമ്മുടെ BT Cashൻ്റെ വെബ്സൈറ്റ്. ബൈനറി BT Cash 3.0, മിഷൻ ആൻഡ് വിഷൻ. ഇത് നിർബന്ധമാണ്. ഏതൊരു MLM കമ്പനിക്കും ബേസിക് നീഡ്സ് ഉണ്ട്. ആ ബേസിക് നീഡ്സ് ആണ് ഒരു മിഷൻ വേണം, അതേപോലെ വിഷൻ വേണം. അവരുടെ റിയൽ മിഷൻ എന്ന് പറഞ്ഞാൽ പൈസ അടിക്കാം. ഈ പറയുന്ന സാധനം അവരുടെ മിഷൻ വിഷനിലും ഉണ്ടാവില്ല. ആദ്യമായിട്ടൊക്കെ ഒരു ക്രിപ്റ്റോ പ്രൊജക്റ്റിന് മിഷനും വിഷനും വെച്ചിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കുന്നത്. വെബ്സൈറ്റ് കണ്ടാൽ തന്നെ അറിയാം, 100 രൂപയുടെ ടെംപ്ലേറ്റ് വെബ്സൈറ്റാണ്. യാതൊരുവിധ ക്വാളിറ്റിയും ഇല്ല, പ്രതീക്ഷിക്കേണ്ട. പിന്നെ കുറച്ച് ഫോട്ടോസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മിഡ് ജേണി, AI ജനറേറ്റഡ് ഫോട്ടോസ്, അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. മെറ്റാവേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. NFT മാർക്കറ്റ് പ്ലേസ് ഉണ്ട്. വാവ്, ഏതൊരു കാക്ക, ആരാണിത്? ഏതോ ഒരുത്തൻ. ബൈനറി. എന്താണ് ഈ ബൈനറി? ബൈനറി ക്രിപ്റ്റോ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? ഒരു ചാർട്ടും കാണിക്കുന്നുണ്ട്. നോ ഐഡിയ. ഗെയിമിങ്, ഗെയിംസ് ഉണ്ട്. ഡീസെൻട്രലൈസ്ഡ് വാലറ്റ്. വാവ്, ഗ്രേറ്റ്. ബാക്കിയെല്ലാ വാലറ്റും സെൻട്രലൈസ്ഡ് ആണ്. എക്സ്ചേഞ്ച്, അവർക്ക് സ്വന്തമായിട്ട് എക്സ്ചേഞ്ച് ഉണ്ട്. എന്നിട്ടും അവർ ലിസ്റ്റ് ചെയ്തത് വേറൊരു ലോക്കൽ എക്സ്ചേഞ്ചിൽ. അൺബിലീവബിൾ. ബ്ലോക്ക് ചെയിൻ, അവർ സ്വന്തമായിട്ട് ബ്ലോക്ക് ചെയിൻ ഇറക്കാൻ പോവാണ് സുഹൃത്തുക്കളെ. സ്വന്തമായിട്ടുള്ള ബ്ലോക്ക് ചെയിൻ. അത് ഞാൻ നോക്കുന്നില്ല. BT Meta, ബ്ലാ 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 ബ്ലാ. പ്രൊജക്ട്സ് നമുക്ക് നോക്കാം. എന്തൊക്കെ പ്രൊജക്ട്സ്? ബൈനറി ട്രേഡിംഗ് കിട്ടുന്നില്ല, NFT ബിഡിങ് കിട്ടുന്നില്ല, ഡീസെൻട്രലൈസ് കിട്ടുന്നില്ല, ഗെയിം കിട്ടുന്നില്ല, എക്സ്ചേഞ്ച് കിട്ടുന്നില്ല, മാർക്കറ്റ് പ്ലേസ് കിട്ടുന്നില്ല, മെറ്റാവേഴ്സ് കിട്ടുന്നില്ല, ബ്ലോക്ക് ചെയിൻ കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. അതായത് ഒരു പ്രൊജക്റ്റും ഇപ്പോൾ ലൈവ് അല്ല. വരും വരും വരും, ഇതാണ് അവരുടെ വാഗ്ദാനം. വരും വരും. ആര് വരും? ഒന്നും വരില്ല. വൈറ്റ് പേപ്പർ, വി ആർ ഓഫ്ലൈൻ, ലീവ് എ മെസ്സേജ്. എപ്പോഴും അവർ ഓഫ്ലൈൻ അയക്കും. കാരണം
അവരുടെ അബൌട്ട് സെക്ഷനിൽ ഒരു ഡീറ്റെയിൽസും ഇല്ല. ആരാണ് ഈ കമ്പനി, എന്താണ് ഈ കമ്പനി, എവിടെയാണ് ഈ കമ്പനിയുടെ ഓഫീസ് ഉള്ളത്, ഒരു ഡീറ്റെയിൽസും ഇല്ല. അറ്റ്ലീസ്റ്റ് അവർ ടീമെങ്കിലും കൊടുക്കാം, ആരാണ് ഇതിൻ്റെ പിന്നിലുള്ളത്, ഇവരുടെ ഫൗണ്ടേഴ്സ് ആരൊക്കെയാണ്, യാതൊരു ഡീറ്റെയിൽസും ഇല്ല. കാരണം ഇറ്റ്സ് 100% സ്കാം. ഇതിലാകെ ഡീറ്റെയിൽസ് ഉള്ളത് പ്രൊമോട്ടേഴ്സ് തള്ളു മാത്രമാണ്, വേറൊരു തേങ്ങയും ഇതില്ല. സോ നെക്സ്റ്റ് ലെറ്റ്സ് എക്സ്പ്ലോർ ദ വൈറ്റ് പേപ്പർ. വാവ്, വൈറ്റ് പേപ്പർ ഇൻ ബ്ലൂ കളർ. BT Cashന്റെ വൈറ്റ് പേപ്പർ പഠിക്കാം. കണ്ടൻസ്: ഇൻട്രൊഡക്ഷൻ, വാട്ട് ഈസ് മെറ്റാവേഴ്സ്, ടോക്കണോമിക്സ്, ഗെയിം കറൻസി, ബെനിഫിറ്റ്സ്, BT Cash എക്കോസിസ്റ്റം. സോ ഇവർക്ക് വൈറ്റ് പേപ്പർ എന്താണെന്ന് അറിയില്ല. ഈ വെള്ള കളറിൽ കറുത്ത മഷി കൊണ്ട് എഴുതുന്നതല്ല വൈറ്റ് പേപ്പർ, അതൊരു ടെക്നിക്കൽ ഡോക്യുമെൻ്റ് ആണ്, എന്താണെന്ന് പോലും അവർക്കറിയില്ല. ദെൻ ഇൻട്രൊഡക്ഷൻ, BT Cash ഒരു B20 ടോക്കനാണ്. കഥ, എല്ലാ കഥയും ഇതിലുണ്ട്. സ്റ്റോറി ലൈൻ ഉണ്ട്. ഇവർ കസീനോ തുടങ്ങാൻ പോകുന്നുണ്ട്, എക്സ്ചേഞ്ച് തുടങ്ങാൻ പോകുന്നുണ്ട്, മെറ്റാവേഴ്സ് തുടങ്ങാൻ പോകുന്നുണ്ട്. വാട്ട് ഈസ് മെറ്റാവേഴ്സ്? ഇവിടെ നമ്മുടെ ഇലോൺ മസ്കിന് പോലും സക്കർബർഗ് അണ്ണന് പോലും മെറ്റാവേഴ്സ് ഇതുവരെ സെറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഒരു ഫേസ്ബുക്കിന് മെറ്റാന്ന് പേര് മാറ്റിയിട്ട് സെറ്റ് ചെയ്തിട്ടേ അവർക്ക് പോലും ഇതുവരെ ചെയ്യാൻ പറ്റില്ല. ബട്ട് BT Cash ഹാസ് ഡൺ ഇറ്റ്. അവർ ഓൾറെഡി മെറ്റാവേഴ്സ് ഇറക്കി. അവർ അത്രയും ടാലൻറ്റഡ് ടീമാണ് അവരുടെ പിന്നിൽ. BT Cash മെറ്റാവേഴ്സിൽ എന്ത് ചെയ്യുന്നു? തേങ്ങ. വിൽ BT Cash ലോഞ്ച് ഇറ്റ്സ് ഓൺ മെറ്റാവേഴ്സ്? മറ്റന്നാൾ അല്ല, കഴിഞ്ഞു. ഇനി നേരത്തെ ലോഞ്ച് ചെയ്യണോ? ടോക്കണോമിക്സ്, 5 ബില്യൺ ടോക്കൺ ഉണ്ട് ഗൈസ്. ഓക്കെ. ICO, അവരുടെ ടോക്കണോമിക്സിൻ്റെ സപ്ലൈ ഡിവിഷൻ 30% ICO സെയിൽ ഓൾറെഡി കഴിഞ്ഞു. ഗ്രോത്ത് ഫണ്ട്, ടീം മാർക്കറ്റിംഗ്, കമ്മ്യൂണിറ്റി ഗ്രാൻഡ്, ഓപ്പറേഷൻ ഗ്രാൻഡ്, എക്കോ ഫണ്ട്, പേരിന് എന്തൊക്കെയോ വ്യത്യസ്തമായ പേരുകൾ ഇട്ടിട്ട് അത് ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് 100% ആക്കിയിട്ട് അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. ബെനിഫിറ്റ്സ്, നല്ല ബെനിഫിറ്റ്സ്. ഒരു ബെനിഫിറ്റ്സ് ഇല്ല. ബെനിഫിറ്റ്സ് ഓൺലി ഫോർ കമ്പനി പ്രൊമോട്ടേഴ്സ് ആൻഡ് ലീഡേഴ്സ്. വേറെ ആർക്കൊരു ബെനിഫിറ്റ്സ് ഇല്ല. വാട്ട് ഈസ് സ്റ്റേക്കിംഗ്? BT Cash എക്കോസിസ്റ്റം പ്രൊജക്ട്. സ്റ്റേക്കിങ്ങിൻ്റെ അകത്ത് സ്റ്റേക്കിംഗ് പൂൾ മാനേജ്മെൻറ്റ് എന്താണ്, സ്റ്റേക്കിംഗ് ഏത് കൺസെൻസസാണ് യൂസ് ചെയ്യുന്നത്, ഏത് മെക്കാനിസമാണ് യൂസ് ചെയ്യുന്നത്, ഒരു തേങ്ങയുമില്ല. ജസ്റ്റ് വാട്ട് ഈസ് സ്റ്റേക്കിംഗ്? ഗൂഗിളിൽ കിട്ടും ഈ ഇൻഫർമേഷൻ. നിങ്ങളുടെ വൈറ്റ് പേപ്പറിൽ കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. NFT ബിഡിങ്, ഫീച്ചേഴ്സ്, ഫീച്ചേഴ്സ്, കസിനോ, ഗാംബ്ലിംഗ്. നിങ്ങളുടെ ലൈഫ് വെച്ചിട്ട് തന്നെയാണ് നിങ്ങൾ BT Cashൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഗാംബിൾ ചെയ്യുന്നത്. അതിലും വലിയ ഗാംബ്ലിംഗ് BT Cashന് കൊടുക്കാനില്ല. മെറ്റാവേഴ്സ്, ദേ ഹാവ് എ വണ്ടർഫുൾ മെറ്റാവേഴ്സ്. ഡീസെൻട്രലൈസ്ഡ് വാലറ്റ്. നല്ല ടേംസ് ഒക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവരെ കൊണ്ട് സാധിക്കില്ല സുഹൃത്തെ, സാധിക്കില്ല. കൺക്ലൂഷൻ, ഈ നാടകം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതാണ് ഈ കൺക്ലൂഷൻ. സോ ഇതാണ് വൈറ്റ് പേപ്പർ. ഇവരുടെ വെള്ളക്കടലാസിൽ കറുത്ത മഷി കൊണ്ട് എഴുതുന്നതല്ല വൈറ്റ് പേപ്പർ. നിങ്ങൾക്ക് വൈറ്റ് പേപ്പർ എന്താണെന്ന് കാണണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ബിറ്റ്കോയിൻ വൈറ്റ് പേപ്പർ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ജസ്റ്റ് അയച്ചു തരാം. നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ വൈറ്റ് പേപ്പർ. സോ ഇതാണ് വൈറ്റ് പേപ്പർ. ഓക്കെ, ഇവരാണ് ആദ്യത്തെ വൈറ്റ് പേപ്പർ കൊണ്ടുവന്നത്. വൈറ്റ് പേപ്പർ ആദ്യത്തെ കൊണ്ടുവന്നല്ല, വൈറ്റ് പേപ്പർ ടെക്നിക്കൽ ഡോക്യുമെൻ്റ് ആണ്. ക്രിപ്റ്റോ കറൻസിയിൽ ഫസ്റ്റ് വൈറ്റ് പേപ്പർ. ഇതിലെല്ലാ മെക്കാനിസവും കാണിക്കും. എങ്ങനെയാണ് ഈ ട്രാൻസാക്ഷൻ നടക്കുന്നത്, എന്താണ് ഈ ബ്ലോക്ക് ചെയിൻ്റെ മെക്കാനിസം, എന്ത് കൺസെൻസസ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്, ഏത് നെറ്റ്വർക്കാണ്, A to Z ഡീറ്റെയിൽസ് ബൈ ഡീറ്റെയിൽസ് ഇതിലുണ്ടാവും. ഇതാണ് വൈറ്റ് പേപ്പർ. അല്ലാണ്ട് ഗൂഗിളിലെ ഡോക്യുമെൻ്റ് എടുത്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുന്നില്ല. വാട്ട് ഈസ് ടേക്കിംഗ്, വാട്ട് ഈസ് മെറ്റാവേഴ്സ്, അതെല്ലാം വൈറ്റ് പേപ്പർ. പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ കാണിച്ചതേ ഉള്ളൂ. ബിറ്റ്കോയിൻ്റെ നമ്മുടെ ടോപ്പിക്കേ അല്ല. വി വിൽ ഡിസ്കസ് അബൌട്ട് ഇറ്റ് ലേറ്റർ. സോ നെക്സ്റ്റ്, ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഹൗ ഡസ് BT Cash സ്കാം വർക്ക്. ഇവരെങ്ങനെയാണ് ഈ സ്കാം എക്സിക്യൂട്ട് ചെയ്യുന്നത്? അതായത് ഈ ടോക്കൺ യാതൊരു യൂട്ടിലിറ്റിയിലും ഇതിനൊരു ഗ്രോത്തിലും ഒരു മണം കെട്ടിയില്ല. പിന്നെ എങ്ങനെയാണ് ഇവർ ഈ സ്കാം എക്സിക്യൂട്ട് ചെയ്യുന്നത്? ഇറ്റ്സ് വെരി സിമ്പിൾ സ്ട്രാറ്റജി. പണ്ടേ ഉള്ള സ്ട്രാറ്റജി, ബേസിക് MLM. ആളെ ചേർക്കുന്നു, കമ്മീഷൻ കിട്ടും, ആളെ ചേർക്കുന്നു, കമ്മീഷൻ കിട്ടും. പണ്ട് അവർ പ്രൊഡക്ട്സ് യൂസ് ചെയ്തു, ഇപ്പോൾ അവർ ക്രിപ്റ്റോന് യൂസ് ചെയ്യുന്നു. ഇവിടെ ഇവർ ക്രിപ്റ്റോന് യൂസ് ചെയ്യുന്ന സ്റ്റേക്കിംഗ് എന്ന ടേം യൂസ് ചെയ്തിട്ടാണ്. എന്താണ് ഇവർ സ്റ്റേക്ക് ചെയ്യുന്നത്? നിങ്ങൾ ഞങ്ങളുടെ ടോക്കൺ വാങ്ങിക്കുക, 1,00,000 രൂപ കൊടുത്ത് ഞങ്ങളുടെ ടോക്കൺ വാങ്ങിക്കുക, ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ അത് സൂക്ഷിച്ച് വെക്കുക, ഞങ്ങൾ ദിവസം അതിന് കുറേശ്ശെ തരും, അതാണ് നിങ്ങളുടെ ലാഭം. ഇതാണ് സ്റ്റേക്കിംഗ്. ഇവരുടെ ഭാഷയിൽ സ്റ്റേക്കിംഗ്, റിയൽ സ്റ്റേക്കിംഗ് ഇതല്ല. ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെക്കാട്ടും നല്ല രീതിയിൽ BT Cashന്റെ സ്കാം ഇവൻ എക്സ്പ്ലെയിൻ ചെയ്തരും. നമുക്ക് കേൾക്കാം. ഈ ഒരു പ്രോജക്റ്റിലൂടെ ഒരുപാട് ആൾക്കാരുകൾ 10,000-ന് മേലെ ഒരു ദിവസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിൽ ഇപ്പോൾ പല രീതിയിലും നമുക്ക് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അതിലെ ആദ്യത്തെ മെത്തേഡാണ് സ്റ്റേക്കിംഗ്. നമ്മൾ നേരത്തെ കോയിൻ പാർക്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ കാട്ടിയിട്ടുണ്ടായി. കോയിൻ പാർക്കിൽ പോയിട്ട് BT Meta എന്ന് പറയുന്ന ടോക്കൺ മേടിച്ചിട്ട് നിങ്ങൾ BTsmart.ai എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾ ഈ ഒരു ടോക്കൺസ് ഹോൾഡ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് സ്റ്റേക്കിംഗ് റിവാർഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 1,00,000 ടോക്കൺസ് നിങ്ങൾ
സ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം 350 ടോക്കൺസ് ആണ് ഡെയിലി നിങ്ങൾക്ക് റിവാർഡായിട്ട് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇത് അഫിലിയേറ്റ് ചെയ്തിട്ടും ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ചോദ്യം ഇവരോട് ചോദിക്കാനുണ്ടാവും. ബട്ട് എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ, തൂങ്ങി ചത്തൂടെ മനുഷ്യ, ആവശ്യത്തിന് നല്ല തടിയും ആരോഗ്യം ഉണ്ടല്ലോ, പണിയെടുത്ത് ജീവിച്ചൂടെ, വെറുതെ എന്തിനാ ഈ നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്നത്? ഇങ്ങനെയാണ് ഇവരുടെ സ്കാം വർക്കൗട്ട് ആവുന്നത്. നിങ്ങളുടെ ഹാർഡ് ഏൺ മണിയായ റിയൽ INR വെച്ചിട്ട് ഒരു ടോക്കൺ വാങ്ങിക്കുന്നു. ഈ ടോക്കൺ ഉണ്ടാക്കാനോ മാനുഫാക്ചർ ചെയ്യാനോ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാനോ യാതൊരു വിധ ചെലവുമില്ല. ഒരു ലോക്കൽ ബ്ലെൻഡർ ടെംപ്ലേറ്റ് സ്മാർട്ട് കോൺട്രാക്ട് വെച്ച് യൂസ് ചെയ്ത ഒരു ടോക്കൺ, ഇതിന് യാതൊരുവിധ കോസ്റ്റും ഇല്ല ഇത് ഉണ്ടാക്കാൻ. അത് അവർ നിങ്ങൾക്ക് തരും. ആ ടോക്കൻ്റെ പേരാണ് BT Cash അല്ലെങ്കിൽ BT Meta. ഈ ടോക്കൺ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. അതും ഇവർ പറയുന്ന പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്യണം. എങ്ങനെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും? ഫോർ എക്സാമ്പിൾ അവർ പറയുന്നത് പ്ലാറ്റിനം പ്ലാൻ 1 lakh ടോക്കൺ പർച്ചേസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ 1 lakh ടോക്കന് 1 പൈസയാണ് വില, ഒരു ടോക്കന് ഒരു പൈസയാണ് വിലയെങ്കിൽ 1 lakh ടോക്കൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10,000 ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ 10,000 rupees ഇൻവെസ്റ്റ് ചെയ്യും. പിന്നെ അവർ നിങ്ങൾക്ക് പറയുന്നത് ഡെയിലി 350 ടോക്കൺ വെച്ച് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും, റിവാർഡായിട്ട് തിരിച്ചു കിട്ടും. അതായത് 350 ടോക്കൺ വേണം, ഒരു പൈസയാണ് ടോക്കൻ്റെ വിലയിൽ 35 രൂപ നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെ 35 രൂപ നിങ്ങൾക്ക് സ്ഥിരം കിട്ടുകയാണെങ്കിൽ 285 ദിവസം, ഏകദേശം ഒരു കൊല്ലത്തിൻ്റെ അടുത്ത് എത്തിയാൽ മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപിറ്റൽ എങ്ങും തിരിച്ചു കിട്ടുകയുള്ളൂ. ഇനി ക്യാപിറ്റൽ തിരിച്ച് കിട്ടുകയാണെങ്കിൽ ടോക്കൻ്റെ പ്രൈസ് കുറയാൻ പാടില്ല. ഇവിടെ നമ്മുടെ വ്യക്തി എക്സാമ്പിൾ പറഞ്ഞത് ടോക്കൻ്റെ നല്ല അവസ്ഥയാണ്. 50 പൈസയിൽ നിന്ന് നേരെ 10 പൈസ, ഇപ്പം 5 പൈസയിൽ താഴെയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 285 അല്ല 1000 ദിവസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാപിറ്റൽ തിരിച്ച് കിട്ടാൻ പോകുന്നില്ല. നിങ്ങളുടെ ടോക്കൻ്റെ പ്രൈസ് എപ്പോഴും ഡംപായിക്കൊണ്ടേയിരിക്കുകയുള്ളൂ. പുതിയ ആൾക്കാർ ജോയിൻ ചെയ്തതിൽ കമ്പനി അടിച്ചു പോകും. ഇതാണ് ഇവരുടെ സ്കാം വർക്കൗട്ടിങ്. ഇതിൻ്റെ അപ്പുറത്ത് വേറെ ലോജിക്ക് ഇതിൽ വരുന്നില്ല. അല്ലാണ്ട് ഇവർ അപ്കമിങ് പ്രൊജക്ട്സ് എന്ന് കാണിക്കുന്ന മെറ്റാവേഴ്സ്, എക്സ്ചേഞ്ച്, വാലറ്റ്, ഇതൊക്കെ ഒരു ഗിമിക്സ് ആണ്. മാർക്കറ്റിൽ പിടിച്ച് നിൽക്കാനുള്ള വെറും ഗിമിക്സ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിൽ ഒരു ലോജിക്കുമില്ല. നിങ്ങൾ കൊടുത്ത പൈസ തന്നെ നിങ്ങൾക്ക് ടോക്കൻ്റെ രൂപത്തിൽ കുറേശ്ശേ ഡെയിലി തരുന്നു. ആ ഡെയിലി കിട്ടുന്ന എമൗണ്ട് ആ ടോക്കൻ നിങ്ങൾ സ്പോട്ടിൽ സെല്ല് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ മാർക്കറ്റിൽ സെല്ലിങ് മാത്രമേ നടക്കുന്നുള്ളൂ. ബൈയിങ് നടക്കണമെങ്കിൽ പുതിയ ആൾക്കാർ ഈ ചെയിനിൽ അല്ലെങ്കിൽ MLMൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. പുതിയ ആൾക്കാർ വരുന്നത് പക്ഷം ഈ പ്രൊജക്റ്റ് കുറച്ച് കാലം മുന്നോട്ട് പോകും. എപ്പം പുതിയ ആൾക്കാർ വരാതിരിക്കുന്നു അപ്പം കമ്പനി പൊട്ടിപ്പോകും. എൻഡ് ഓഫ് ദ ഡേ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത ഏർലി പ്രൊമോട്ടേഴ്സും ലീഡേഴ്സും കമ്പനീൻ്റെ ടീമും എപ്പോഴും പ്രോഫിറ്റ് സൈഡ് തരും. ഈ സ്റ്റേക്കിംഗ് അല്ല ഈ കമ്പനിയുടെ റിയൽ റവന്യൂ ജനറേഷൻ. ഈ കമ്പനിയുടെ മെയിൻ റവന്യൂ ജനറേഷൻ വരുന്നത് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിലാണ്. ഇതിലാണ് ഇവരുടെ മെയിൻ പൈസ ഉണ്ടാക്കുന്നത്, സ്കാം വർക്കൗട്ട് ചെയ്യുന്നത്. ഈ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൻ്റെ മലയാളം അർത്ഥമാണ് ആളെ ചേർക്കൽ. അതായത് നിങ്ങളോ കുഴിയിൽ ചാടി, നിങ്ങൾക്ക് 35 രൂപ ഡെയിലി കിട്ടി, നിങ്ങൾ ഹാപ്പി. 10,000 മുടക്കി ഡെയിലി 35 രൂപ കിട്ടുന്നതിൽ നിങ്ങൾ ഭയങ്കര സന്തുഷ്ടനായി. ഇനി നിങ്ങൾ ഈ ബ്ലോക്ക് ചെയിനിലും ഈ BT Cashൻ്റെ മോട്ടിവേഷനിലും നിങ്ങൾ വിശ്വസിച്ചിട്ട് അവർ പറയും നിങ്ങൾ 2 പേരെ കൂടുതൽ ചേർക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി 35 അല്ല ഡെയിലി 100 രൂപ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ലാഭം, ഡബിൾ കമ്മീഷൻ. അപ്പോൾ നിങ്ങൾ 2 പേരെയും കൂടി കുഴിച്ചടിക്കും. ഇങ്ങനെ ഇതൊരു നെറ്റ്വർക്കായിട്ട് ബിൽഡ് ആവും. ബേസിക് MLMൻ്റെ പരിപാടിയാണ്, ആളെ ചേർത്ത് കൊണ്ടേയിരിക്കുക. ഇതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഇത് തന്നെയാണ് ഇവരെ സ്കാമിൻ്റെ നടുത്തൂന്നും. ഈ ആളെ ചേർക്കൽ പരിപാടിയിൽ ഇവർ പല രീതിയിൽ പല വാക്കുകളും പല ടെർമിനോളജി ഉപയോഗിച്ച് നിങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്യിക്കും. ഇത് MLM അല്ല, ഇത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്, ഇത് ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് ആണ്, ഇത് സ്റ്റേക്കിംഗ് ആണ്, ഇത് ഭാവിയിൽ ആ ടോക്കൺ പോലെ പറക്കും. XRP കണ്ടില്ലേ, സൊളാന കണ്ടില്ലേ, ഈ ടോക്കനൊക്കെ തുടക്കത്തിൽ 50 പൈസ പോലും ഇല്ലായിരുന്നു, ഇപ്പോൾ $250 അതേപോലെയാണ് നമ്മുടെ കമ്മ്യൂണിറ്റി, നമ്മുടെ പ്രൊജക്റ്റ് കമ്മ്യൂണിറ്റി വലുതായാൽ ഇതും ഡബിൾ സ്ട്രോങ് ആവും, ഇത് BTCനെ കടത്തി വിട്ടും. ഇങ്ങനെ പല ഗീർവാണങ്ങളും കേൾക്കാം. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് ആൻഡ് പ്യുവർ MLM സ്കാം. മാത്തമാറ്റിക്കലി ഈ സിസ്റ്റം വർക്കൗട്ട് ആവില്ല. ആളെ ചേർക്കുന്ന ഒരു പരിപാടി വർക്കൗട്ട് അല്ല. ആൻഡ് ഫണ്ടമെൻ്റലി ഈ ക്രിപ്റ്റോ പ്രൊജക്ട്, ഈ ബ്ലോക്ക് ചെയിൻ തന്നെയാണ് ഈ ടോക്കൺ ഉള്ളത്. ഫണ്ടമെൻ്റലി ഈ ടോക്കൺ ഒരു ഫെയിലിയറാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ബിഫോർ ദാറ്റ്, താങ്ക്സ് ഫോർ ഓൾ. ഞങ്ങളുടെ സെക്കൻഡ് വീഡിയോന് തന്നെ 3K എബവ് വ്യൂസ് കിട്ടി. ഞങ്ങൾക്കത് വലിയ കാര്യമാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ കണ്ടന്റ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി ലാസ്റ്റ് വീഡിയോസിൽ ഒരുപാട് കമൻറ്റ്സ് കണ്ടു. ആ പ്രൊജക്റ്റ് നല്ലതാണോ, ഈ പ്രൊജക്റ്റ് നല്ലതാണോ, കുറേ എക്സാമ്പിൾസ് വരുന്നുണ്ടായിരുന്നു. ആൻഡ് അതേപോലെ കുറേ കമൻറ്റ്സ് കണ്ടു, ബ്രോ പഠിച്ചിട്ട് സംസാരിക്കും, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഉണ്ട്, നിങ്ങൾക്ക് ബ്ലോക്ക് ചെയിനിൽ നോളേജ് ഉണ്ട്. ഞാൻ BT Cash വെച്ചിട്ട് തന്നെ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെ ഒരു പ്രൊജക്റ്റിനെ അനാലൈസ് ചെയ്യാം. ഒരു MLM പ്രൊജക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിപ്റ്റോ പ്രൊജക്റ്റ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് സ്കാമാണോ അല്ലയോ എന്ന് എങ്ങനെ അനാലിസിസ്. അതേപോലെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഞാൻ പഠിച്ചിട്ട് സംസാരിക്കുകയാണോ അതോ പഠിക്കാതെ സംസാരിക്കുകയാണോ. സോ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു BT Cash എക്സ്പോസ്. സോ ഇതാണ് കോയിൻ മാർക്കറ്റ് ക്യാപ്. ഏതൊരു കോൺട്രാക്റ്റോ ഏതെങ്കിലും കോയിനോ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എനി ടോക്കൺസ്, കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ലിസ്റ്റഡ് ആയ എല്ലാ ടോക്കൺസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കിട്ടും.
മെജോറിറ്റി 95% ഓഫ് ടോക്കൺസ് കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ലിസ്റ്റഡ് ആണ്. ബി ടി ക്യാഷും ഇവിടെ ലിസ്റ്റഡ് ആണ്. സോ ഇതാണ് ബി ടി ക്യാഷിൻ്റെ ഓവറോൾ വ്യൂ. സോ ഇവിടെ നമ്മൾ ഒരു ഓൾവേസ് ചാർട്ട് എടുത്ത് ഇവിടെ നമ്മൾ ഓൾ അറൗണ്ട് ചാർട്ട് എടുത്ത് നോക്കിയാൽ വളരെ ഗംഭീരമായ പെർഫോമൻസ് ആണ് ബി ടി ക്യാഷ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിഗംഭീര പെർഫോമൻസ്. ഓക്കെ ഗൈസ്, ആൻഡ് ഇതവരുടെ സോഷ്യൽസ്, നമുക്ക് ഇവരുടെ സോഷ്യൽസിലേക്ക് പിന്നെ പോകാം. ഇത് കോൺട്രാക്ട് അഡ്രസ്, എക്സ്പ്ലോറേഴ്സ്, ആൻഡ് ഇവിടെ ഓൾറെഡി ഒരു വാർണിംഗ് സൈൻ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് വെരിഫൈഡ് അല്ല. ഇവിടെയും വാർണിംഗ് സൈൻ കൊടുക്കുന്നുണ്ട്. മാർക്കറ്റ് ക്യാപ്പ് ഇവർക്ക് അറിയില്ല, എന്താണ് വെബ്സൈറ്റിൽ കൊടുത്തത് ആ മാർക്കറ്റ് ക്യാപ്പ് മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ട്രേഡ് വോളിയം വെരി വെരി ലോ, ട്രേഡേ നടക്കുന്നില്ല. ഒരു ടോക്കണിൽ ട്രേഡേ നടക്കുന്നില്ല എന്ന് വെച്ചാൽ അതിൻ്റെ കൂടുതൽ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ ഗസ് ചെയ്യാം. ആൻഡ് വെബ്സൈറ്റ് നമ്മൾ നേരത്തെ എക്സ്പ്ലോർ ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ BSE സ്കാനിൽ പോയിട്ട് ടോക്കൻ്റെ റിയൽ അനാലിസിസ് എടുക്കാം. സോ ഇതാണ് BSE സ്കാൻ. BSE ചെയിനിൽ ലിസ്റ്റ് ചെയ്ത എല്ലാ ടോക്കൺസിൻ്റെ ആധാരവും ജാതകവും ഇവിടെ കിട്ടും. ഇവിടെ നോക്കിയാൽ മതി. അതെങ്ങനെ നോക്കണം എന്നുള്ളത് പറഞ്ഞുതരാം. സോ നമ്മുടെ ഒരു പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 lakh ഹോൾഡേഴ്സ് ഉണ്ടെന്ന്. ഞാൻ ആ വീഡിയോ ക്ലിപ്പ് കാണിച്ചു. അതായത് പറയുന്നത് 1 lakh ഹോൾഡേഴ്സ് ഉണ്ടെന്ന്. ഇവിടെ നമുക്ക് നോക്കാം എത്ര ഹോൾഡേഴ്സ് ഉണ്ടെന്ന്. നിലവിൽ ഏകദേശം 1 ലക്ഷം ഹോൾഡേഴ്സ് ഉള്ള ഒരു ടോക്കൺ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് BT ക്യാഷിന്റെ കമ്മ്യൂണിറ്റി ടോക്കൺ ആയ BT മെറ്റ എന്ന് പറയുന്ന ടോക്കൺ. ഇവിടെ നമ്മുടെ ടോക്കൺ ഹോൾഡേഴ്സ് ഉള്ളത് ആകെ 1669. ഇതാണ് 1 lakh ഹോൾഡേഴ്സ് ഉള്ള BT ക്യാഷ് എന്ന മഹാ അത്ഭുതമായ പ്രൊജക്ട്. ലെറ്റ്സ് സീ. പ്രൈസ് 0.00. ഇവിടെ എന്താണ് ഈ പ്രൈസ് ലോ ആയി കാണിക്കുന്നത്? കാരണം ഇവിടെ മാർക്കറ്റ് ക്യാപ്പ് കറക്റ്റ് ഡാറ്റ അവർ കൊടുത്തിട്ടില്ല. അവർ വെബ്സൈറ്റിൽ കാണിക്കുന്ന മാർക്കറ്റ് ക്യാപ്പാണ്. ഇത് എക്സ്ചേഞ്ചിൽ അവർ എങ്ങനെ വാല്യൂ കാണിക്കുന്നു, അത് എക്സ്ചേഞ്ചസുമായിട്ടുള്ള ടൈപ്പ് ആയിരിക്കാം. ഇനി നമുക്ക് ഒരു ഇൻഫോ ഇല്ല, ടോക്കനെ പറ്റി ഒരു ഇൻഫോർമേഷൻ ഇവിടെ കൊടുക്കുന്നില്ല. ട്രാൻസ്ഫേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ്, 14 മിനിറ്റ്, 56 മിനിറ്റൊക്കെ. ഇത് മൊത്തം ഇവരുടെ MLMൽ ചേർന്ന പാവങ്ങളുടെ ഫണ്ട് വന്ന ട്രാൻസാക്ഷനാണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഏതോ പാവങ്ങൾ ആൾക്കാരെ പറ്റിച്ച് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ കാണുന്ന ട്രാൻസാക്ഷൻസ്. ഇനി നമുക്ക് കോൺട്രാക്റ്റ് നോക്കാം, ഹൗ ദ കോൺട്രാക്ട് വർക്ക്സ്. സോ ഇതാണ് സ്മാർട്ട് കോൺട്രാക്ട്. നിങ്ങൾ ഈ വാക്ക് ഓപ്പൺ സപ്ലൈൻ ഇൻ കോൺട്രാക്ട് വേർഷൻ 4.4 ഇതൊന്ന് കോപ്പി എടുക്കുക, ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാം. ഇത് നേരെ നിങ്ങൾക്ക് ഈ ഫോറത്തിലേക്ക് കൊണ്ടുപോകും. ഓപ്പൺ സപ്ലൈൻ ഫോറം. ഓക്കെ, എന്താണ് ഓപ്പൺ സപ്ലൈൻ? ഓപ്പൺ സപ്ലൈൻ എന്ന് പറഞ്ഞ ഒരു ടെംപ്ലേറ്റ് ആണ്. അതായത് നമ്മൾ ക്യാൻവയിലൊക്കെ കുറേ ടെംപ്ലേറ്റ് കാണുമല്ലേ, ഹാപ്പി ബർത്ത്ഡേ ടെംപ്ലേറ്റ്, തല ബാക്കിയുണ്ടാവും, അവിടെ തല വെച്ച് കൊടുത്താൽ നിങ്ങളുടെ മുഖമായി നിങ്ങൾക്ക് ബർത്ത്ഡേ വിഷ് ചെയ്യാൻ. ഇതാണ് ഓപ്പൺ സപ്ലൈറ്റിലെ എന്താ പറയണ്ടേ ഫിക്സഡ് ടെംപ്ലേറ്റ് സ്മാർട്ട് കോൺട്രാക്ട്. ഇത് എമച്വർ ആയിട്ടുള്ള കോഡിംഗ് ആണ്. അതായത് കോഡിങ്ങിലേക്ക്, സ്മാർട്ട് കോൺട്രാക്ട് കോഡിങ്ങിലേക്ക് വരുന്ന ആൾക്കാർ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഓപ്പൺ സപ്ലൈൻ. ഇവിടെ പഠന സഹായങ്ങളാണുള്ളത്. ഇതിൻ്റെ അകത്തുള്ള ഒരു ടെംപ്ലേറ്റ് വെച്ചിട്ട് ഡെവലപ്പ് ചെയ്ത കോഡാണ് നമ്മുടെ BT ക്യാഷിൻ്റെ സ്മാർട്ട് കോൺട്രാക്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇതൊരു തേങ്ങ പോലുമില്ല. അതായത് ഒരു സ്മാർട്ട് കോൺട്രാക്ട് ഡെവലപ്പറെ പോലെ ഹയർ ചെയ്യാൻ പറ്റാണ്ട് ടെംപ്ലേറ്റിൻ്റെ അകത്ത് അവരുടെ ജസ്റ്റ് ബ്രാൻഡ് നെയിം, അതായത് ഈ ടെംപ്ലേറ്റിൽ നിങ്ങളെ പേരിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോക്കൺ കിട്ടും. അതിൽ സപ്ലൈ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാം, ടോക്കൺ വരും. ഇതിനാകെ ലിക്വിഡിറ്റി മാത്രമേ കൊടുക്കണ്ടൂ. ലിക്വിഡിറ്റി കൊടുക്കുന്നത് എന്തിനാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ സംസാരിക്കാം. ഇവിടെ ലിക്വിഡിറ്റി കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് നിങ്ങൾ ജസ്റ്റ് കോഡ്. നിങ്ങൾക്ക് കോഡ് എന്തായാലും വായിക്കാൻ നിങ്ങൾക്ക് അറിയില്ല എന്ന് എനിക്ക് വ്യൂവേഴ്സിന് 10% ആൾക്കാർക്ക് കോഡ് റീഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഓപ്പൺ സപ്ലൈൻ എടുത്ത് കാണിച്ചു തന്നത്. ഓപ്പൺ സപ്ലൈനിൽ ഒരു റിയൽ പ്രോജക്റ്റ് ഒരിക്കലും ഓപ്പൺ സപ്ലൈനിൽ വെച്ചിട്ട് സ്മാർട്ട് കോൺട്രാക്ട് ചെയ്യില്ല. കാരണം അതിന് സെക്യൂരിറ്റി ത്രെറ്റ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൽ യാതൊരുവിധ സെക്യൂരിറ്റി അനാലിസിസ് ഒന്നുമില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇത് MLM ആണ്, അല്ലാണ്ട് ക്രിപ്റ്റോ പ്രൊജക്റ്റ് അല്ല. ഇനി ഇതിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ. ഇനി ഓഡിറ്റ്, കോൺട്രാക്ട് സെക്യൂരിറ്റി ഓഡിറ്റ്. നോ കോൺട്രാക്ട് സെക്യൂരിറ്റി ഓഡിറ്റ് സബ്മിറ്റഡ്. യാതൊരുവിധ സെക്യൂരിറ്റി ഓഡിറ്റും ഈ കോൺട്രാക്റ്റിൽ നടത്തിയിട്ടില്ല. കാരണം നിങ്ങൾ ഇപ്പോൾ അടുത്തുള്ള ന്യൂസ് ഉണ്ട്, ബൈബിറ്റ് വരെ ഹാക്കായിപ്പോയി. പിന്നെയാണ് ഇവരുടെ സ്റ്റേക്കിംഗ് പൂൾ ഹാക്ക് ആവാൻ. ഇതൊക്കെ ഏത് കുഞ്ഞനും സ്മാർട്ട് കോൺട്രാക്ട് അറിയുന്ന ഏത് കുഞ്ഞനും ഇത് ഹാക്ക് ചെയ്ത് കൊണ്ടുപോകാന്നേ ഉള്ളൂ. കാരണം ഇതിൽ ഹാക്ക് ചെയ്തിട്ടൊന്നും കിട്ടാനില്ല. ആകെ $1,600 മറ്റേ ഹോൾഡേഴ്സ് എല്ലാം നക്കാപ്പിച്ച ടോക്കനാണ്. ഇത് ഹാക്ക് ചെയ്തിട്ട് എവിടെയും കൊണ്ട് വിറ്റിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആരും ഇതുവരെ ഹാക്ക് ചെയ്യാത്തത്. സോ ഇതാണ് ഇതിൻ്റെ കോൺട്രാക്റ്റിൻ്റെ സത്യാവസ്ഥ. ഓൺ ചെയിൻ മാർക്കറ്റ് ക്യാപ്പ് 0,
പ്രൈസ് 0. ഇത് ഞാൻ പറയുന്നതല്ല, BSE സ്കാനിൽ ഈ സ്മാർട്ട് കോൺട്രാക്ട് അടിച്ചിട്ട് കിട്ടുന്ന ഡീറ്റെയിൽസ് ആണ്. ഇതാണ് ഈ ടോക്കൻ്റെ. സോ ഇതിൻ്റെ ജാതകം കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കിട്ടുന്ന, അതായത് കമ്പ്യൂട്ടറൈസ്ഡ് ജാതകം കിട്ടുന്ന വേറെ സ്ഥലമാണ്. നമുക്ക് അവിടേക്ക് പോകാം. അതാണ് ടെക്സ്റ്റ് സ്ക്രീനർ. ഞാൻ അവരുടെ കോൺടാക്ട് അഡ്രസ് കോപ്പി ചെയ്തു, നമ്മളിവിടുന്ന് പേസ്റ്റ് ചെയ്യാം. സെർച്ച് വല്ലതും വന്ന ഭാഗ്യം. ആൻഡ് BT Meta, ദിസ് പെയർ ഹാസ് വെരി ലിറ്റിൽ ലിക്വിഡിറ്റി. അതായത് ലിക്വിഡിറ്റിയേ ഇല്ല. അതായത് 4.9 മില്യൺ മാർക്കറ്റ് ക്യാപ്പുള്ള പ്രൊജക്റ്റിന് ലിക്വിഡിറ്റി ഇവർ കൊടുത്തത് $100, അതായത് $97. 8,000 രൂപ പോലും ഇവർക്ക് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ പ്രൊജക്റ്റിൻ്റെ ടീമിന് ഇല്ല. ദാരിദ്ര്യം, റേഷൻ കാർഡിൽ BPL പോലും അല്ല ഇത്. ഇതിൻ്റെ ഒരു ഓൾ ടൈം ചാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ 1 മന്ത്, വാവ്, ഈ ഷേപ്പുള്ള ക്യാൻഡിലൊന്നും ക്യാൻഡിൽ സ്റ്റിക്സിലേ കാണാൻ പറ്റില്ല. ഇത് ഏതാണ്, ഇൻവേർട്ടഡാ? അറിയില്ല, ഇത്ര വലിയ നോളേജ് എനിക്കില്ല, ഞാൻ പഠിച്ചിട്ട് വന്നവനല്ല. നമുക്ക് ഇവരുടെ ട്രാൻസാക്ഷൻസ് നോക്കാം. 22 മണിക്കൂർ 22 മിനിറ്റേക്കോ ആകെ നടന്നത് 100 BT Meta ടോക്കൺ ആകെ വിറ്റു, എന്തോ നക്കാപ്പിച്ച കിട്ടി. ബൈ ഒന്നുമേ ഇല്ല. ഉണ്ട് ഓൾ USD $10, $5 നക്കാപ്പിച്ച ബൈസ്, 5 ദിവസം മുന്നേ ഉള്ള ബൈ. ഇതൊക്കെ ഇതിൻ്റെ അകത്തുള്ള ഓൺ ചെയിൻ ട്രാൻസാക്ഷൻ ഉള്ളൂ. ഇനി ടോപ്പ് ട്രേഡേഴ്സ് നോക്കാം. ഈ ടോക്കൺ ട്രേഡ് ചെയ്ത് ലാഭം ഉണ്ടാക്കിയ ആൾക്കാരുടെ ടോപ്പ് വാല്യൂ $60 ആണ്. ടോപ്പ് ട്രേഡറിൻ്റെ പ്രോഫിറ്റ്, നിങ്ങളുടെ ലോകം മാറ്റിമറിക്കാൻ പോകുന്ന BT Cash ട്രേഡ് ചെയ്ത ടോപ്പ് ട്രേഡറിൻ്റെ പ്രോഫിറ്റ്. ഇനി ഹോൾഡേഴ്സ് നോക്കാം. ഇതിൽ കുറച്ചും ഡീറ്റെയിൽസ് ആയിട്ട് കിട്ടും. മറ്റേതിലും BSE സ്കാനിൽ ഡീറ്റെയിൽ തന്നെയാണ്. ഇവിടെ കുറച്ചും കൂടി ഇലാബറേറ്റ് നമുക്ക് കാണാൻ സൗകര്യത്തോടെ കിട്ടും. ഇവിടെ ഹോൾഡേഴ്സ്, എമൗണ്ട് നോട്ട് അവൈലബിൾ, ടോക്കൻ്റെ എത്ര ഇപ്പോഴത്തെ മൂല്യം വെച്ച് എമൗണ്ട് അവൈലബിൾ അല്ല, ഇത്ര മൂല്യം മാത്രം ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, ലിക്വിഡിറ്റി പ്രൊവൈഡർ, ലിക്വിഡിറ്റി ഇല്ല പ്രൊവൈഡ് ചെയ്യാൻ, പിന്നെ അല്ലേ ലിക്വിഡിറ്റി പ്രൊവൈഡർ. സോ ഇതാണ് BT Cash BT Meta'യുടെ ടോക്കൻ്റെ ജീവജാതകം. ചത്ത കോയിനിലേക്കാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ജീവിക്കാനും പോകുന്നില്ല, ജയിക്കാനും പോകുന്നില്ല. മുതലാളിമാർ കാശുണ്ടാവും, മുതലാളി ജഗ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാവരും മൂഞ്ചിക്കൊണ്ടേയിരിക്കും. സോ ടെക്നിക്കലി ആൻഡ് ഫണ്ടമെൻ്റലി ഈ പ്രൊജക്റ്റിനെ നമ്മൾ കീറി മുറിച്ച് എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ടോക്കൺ വർക്കൗട്ട് ആകാൻ പോകുന്നില്ല, ബിസിനസ് മോഡൽ വർക്കൗട്ട് ആകാൻ പോകുന്നില്ല. ഇവരുടെ സ്റ്റേക്കിംഗ് ഒരു ഗിമിക്ക് മാത്രമാണ്, ഇവരുടെ ഫ്യൂച്ചർ പ്രൊജക്റ്റ് അതിലും വലിയ ഗിമിക്കാണ്. ഇനി ഞാനൊരു കോൾ റെക്കോർഡിംഗ് കാണിക്കാം. ഞാൻ ഈ വീഡിയോ ചെയ്ത ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചിട്ട് ഞാൻ കുറച്ച് ചോദ്യം ചോദിച്ചു. കുറച്ച് ചോദ്യങ്ങൾക്ക് ശേഷം എനിക്ക് ഒരു മറുപടി വന്നു. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 ദിവസമായി, ഒരു വിളിയും വന്നിട്ടില്ല. ഇനി വിളി വരാനും പോകുന്നില്ല. കാരണം 5 ചോദ്യങ്ങളാണ് ചോദിച്ചത്. വളരെ സിമ്പിൾ ചോദ്യങ്ങളാണ്. എന്താണിത്, അതെന്താണിത്, മറുപടിയില്ല. കേട്ടു നോക്കാം. BT Cashനെ പറ്റി കൂടുതൽ അറിയാനായിരുന്നു. അതായത് ഈ ഒരു അത്യാവശ്യം ലോങ് ടേം ചിന്തിക്കുന്നവർക്ക് മാത്രമേ ഈ പ്രൊജക്ട് എടുത്താൽ മതി. ഇത് 2028 ആകുമ്പോഴേക്കാണ് ഇത് പ്രൊജക്ട് ഒന്ന് ലൈവ് ആവുള്ളൂ. ഇത് 3 രൂപയിൽ തുടങ്ങിയ ടോക്കൺ ആണ്. 3 രൂപയിൽ തുടങ്ങി, പിന്നെ ഇതിങ്ങനെ അടിയിലോട്ട് പോയി 1 രൂപയിലോട്ട് എത്തി, പിന്നെ ഒരു 10 പൈസയിലോട്ട് താഴ്ന്നു, പിന്നീട് ഒരു രൂപയിലോട്ട് പോയി, ഇപ്പൊ വീണ്ടും ഒരു 20 രൂപയിലോട്ടൊക്കെ 20 പൈസയിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതിങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. 2028 ആകുമ്പോഴാണ് ഇവരുടെ പ്രൊജക്ടുകളെല്ലാം അത്യാവശ്യം ഒന്ന് ലൈവ് ആവുള്ളൂ. മനസ്സിലായോ? അപ്പൊ അതുവരെ വെയിറ്റ് ചെയ്യാൻ ഉള്ള മൈൻഡുള്ളവർക്ക് മാത്രമാണ് ഞാനിത് സജസ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോ എന്താണ് ഈ 2028 ഒരു കണക്ക്? എല്ലാം ഉണ്ട് ചേട്ടാ. ഇപ്പൊ പതിയെ അതിന് പോപ്പുലാരിറ്റി കിട്ടിക്കൊണ്ടിരിക്കുന്നുള്ളൂ. എവിടുന്നാണ് നമുക്ക് ഇവരുടെ NFTs വാങ്ങിക്കാൻ പറ്റുക? ഇവരുടെ എല്ലാ സൈറ്റും ഉണ്ട്. BT Cashന്റെ NFT സൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ലിങ്ക്സ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും NFTs? ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ NFTയുടെ യൂസ് കേസ് എന്താണ്? ഒരു മിനിറ്റ്, ഞാൻ കുറച്ച് അറിയണ്ട്. ചേട്ടനെ വിളിച്ചാൽ എനിക്കൊരു കോള് വരുന്നുണ്ട്. ഓ ആയിക്കോട്ടെ, ശരി. സോ 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞ ആൾ ഇതുവരെ വിളിച്ചിട്ടില്ല. സോ ഇനിയും നിങ്ങൾ BT Cashനെ വിശ്വസിക്കുകയാണെങ്കിൽ നത്തിങ് ടു സേ, എൻജോയ് ഇൻവെസ്റ്റിംഗ് യുവർ മണി ആൻഡ് കണ്ടിന്യൂ ഡൂയിങ് സ്കാം. ഓൾ ദ ബെസ്റ്റ്, എവരി വൺ ക്യാൻ സക്സീഡ്. ഈ ചങ്ങായി രക്ഷപ്പെടട്ടെ, എല്ലാവരും നാട്ടുകാരെ പറ്റിച്ച് രക്ഷപ്പെടട്ടെ. ഇനിയും ഇതുപോലത്തെ പ്രൊജക്റ്റിനെ എക്സ്പോസ് ചെയ്തുകൊണ്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ചെക്ക് ഔട്ട് അവർ വെബ്സൈറ്റ് ടു നോ മോർ അബൌട്ട് us.